ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരന് വേണ്ടത് ട്രസ്റ്റാണ്, പബ്ലിക്കിൻ്റെ ട്രസ്റ്റ്. ആ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത എല്ലാവർക്കും അയാളുള്ള വിശ്വാസം, അതുപോലെ തന്നെ അയാൾക്ക് മറ്റുള്ളവരിൽ വിശ്വാസം ഉണ്ടാകണം. ഇപ്പോൾ ഞാനൊരു മാനേജ്മെൻറ്റ് മൂവി ഒരിക്കൽ കണ്ടതിനകത്തുനിന്നൊരു കാര്യം കണ്ടത്, ന്യൂയോർക്കിലൊരു വലിയൊരു ഓഫീസ് കോംപ്ലക്സിൻ്റെ പുറത്ത് ഒരു വാൻ കൊണ്ടിട്ടിട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ ടേസ്റ്റി ഫുഡ് ആയതുകൊണ്ട് എല്ലാവരും ഉച്ചയ്ക്ക് ലഞ്ചിന്, ഈ വർക്കിംഗ് ലഞ്ചാണ്, അവിടെ നമ്മളെപ്പോലെ വിശാലമായിട്ട് ഉണ്ണുന്നൊരു പരിപാടിയില്ല. അപ്പോൾ എല്ലാവരും വന്ന് ഇതിന് പാക്ക് വാങ്ങിച്ചുകൊണ്ട് കഴിക്കും. അപ്പോൾ ഈ ആൾ ക്യൂ നിന്ന് അവസാനത്തെ ഒരു 1/3 ആൾക്കാർക്ക് ഫുഡ് കിട്ടത്തില്ല, തീർന്നു പോകും. തന്നെയല്ല, ഈ പൈസ വാങ്ങിച്ചിട്ട് ബാക്കിയൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്ക് സമയം കഴിയും, അവരുടെ ഓഫീസ് ടൈം കഴിയും. അപ്പോൾ അങ്ങനെ എപ്പോഴും 1/3 ക്യൂ നിൽക്കുന്ന ക്ലയൻറ്റ്സ് അദ്ദേഹത്തിന് നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് 10-15 വർഷമായിട്ട് അദ്ദേഹം അങ്ങനെ ഈ പറഞ്ഞ വാനിൽ ഫുഡ് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഇന്നോവേഷൻ അദ്ദേഹം വരുത്തി. അവിടെ ഈ ഫുഡ് പാക്കറ്റ് എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരു ഒരു ഡിഷ് വെച്ചിട്ടുണ്ട്. ആ ഡിഷിനകത്തോട്ട് വരുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ $7 ഫുഡിന്. അപ്പോൾ $7 കൊണ്ടുവന്നിട്ട് അവർക്ക് ഫുഡ് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ അവർ $20 കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ $20 എന്നിട്ടിട്ട് ബാക്കി $13 തിരിച്ചെടുക്കണം. അപ്പോൾ ഈ എക്സ്ചേഞ്ച് എടുക്കുന്ന $100 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ കൃത്യമായിട്ട് ആൾക്കാർ പെട്ടെന്ന് വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇയാൾ എല്ലാവരോടും കുശലമൊക്കെ ചോദിച്ച് മാറി നിൽക്കുക. അപ്പോൾ ഇയാളുടെ ഈ ഫസ്റ്റ് ഡേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ സെയിൽസ് 3 times ആയിട്ട് ഉയർന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന് വളരെ ഇതായിട്ട്, അപ്പോൾ സ്ട്രെസ്സില്ല, സ്ട്രെയിനില്ല, അദ്ദേഹത്തിന് തന്നെ ക്ലയൻറ്റ്സ് വന്ന് വളരെ ഗ്രാൻഡായിട്ട് ബാക്കി. അപ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട്, മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെല്ലാം ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കുന്നത്, ദാറ്റ്സ് ഹിസ് കോർ കപ്പാസിറ്റി, അല്ലാതെ അത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അവിടെ ക്ലയൻസിനെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ സ്പീഡ് കൂടി, 3 times പ്രോഫിറ്റിലേക്ക് വന്നു. അപ്പോൾ എന്നതുപോലെ നമുക്കെപ്പോഴും നല്ല ട്രസ്റ്റ് വേണം. ഭാരതി TMDയുടെ ഉടമസ്ഥനായ മിസ്റ്റർ യാസർ അറാഫത്ത്. ഹായ്, ഞാൻ യാസിർ കള്ളിയത്ത്. തൻ്റെ പിതാവ് ഖാലിദ് ഹാജിയുടെ ആഗ്രഹപ്രകാരം അഭിഭാഷക വൃത്തി തിരഞ്ഞെടുക്കുകയും തുടർന്ന് 2002 പിതാവിൻ്റെ പൂർണ്ണ അനുവാദത്തോടുകൂടി പാലക്കാട് 7 തൊഴിലാളികളുമായി തൻ്റെ ആദ്യ സംരംഭമായ കള്ളിയത്ത് സ്റ്റീൽ അസോസിയേറ്റ്സിന് തുടക്കം കുറിച്ചു. വിദേശത്തും സ്വദേശത്തുമായി വിവിധ വ്യാപാര വാണിജ്യ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിക്കുകയും കേരളത്തിൽ അല്ലമീൻ എഞ്ചിനീയറിംഗ് കോളേജ്, ഏറനാട് നോളജ് സിറ്റി, മലബാർ ഡെന്റൽ കോളേജ് തുടങ്ങി ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാരഥ്യം വഹിക്കുകയും സാമൂഹിക സാംസ്കാരിക ആതുര പ്രവാസി മേഖലകളിൽ നിരന്തര സാന്നിധ്യവുമായ ഡോക്ടർ CP ബാബ ഹാജിയുടെ മകൾ സമീറ യാസിറാണ് ജീവിത സഹയാത്രിക. കള്ളിയത്ത് ഖാലിദ് 11 മക്കളിൽ ഇളയ പുത്രനായി തിരൂരിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം തിരൂരിൽ പൂർത്തിയാക്കിയ ശേഷം ഒരു എഞ്ചിനീയർ ആവുക എന്നുള്ള ആഗ്രഹവുമായി ഞാൻ എൻ്റെ ഫാദറിനെ സമീപിച്ചപ്പോൾ, നീ ഒരു വക്കീലായാൽ മതി എന്ന് എൻ്റെ ഉപ്പ എന്നോട് പറയുകയും അങ്ങനെ LLBക്ക് ചേർക്കുകയും ചെയ്തു. 1998 കേരള ഹൈക്കോർട്ടിൽ എൻറോൾ ചെയ്യുകയും തിരൂർ കോടതിയിൽ 1 വർഷത്തോളം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. ആ ഇടക്കാണ് എൻ്റെ വിവാഹം നടന്നത്. ഒരു ജൂനിയർ വക്കീലിൻ്റെ വരുമാനം വളരെ കുറഞ്ഞതായതുകൊണ്ട് വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹവുമായി എൻ്റെ ഉപ്പാനെ സമീപിച്ചപ്പോൾ ഉപ്പാൻ്റെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ പറയുകയും അങ്ങനെ 3 വർഷത്തോളം കാലം അദ്ദേഹത്തിൻ്റെ സ്റ്റീൽ ട്രേഡിങ്ങിൽ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചു. എൻ്റെ 2 ബ്രദേഴ്സ് ഡോക്ടേഴ്സാണ്. 2 ബ്രദേഴ്സ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ തന്നെ, ഒരാൾ എറണാകുളത്തും ഒരാൾ കോഴിക്കോടും നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ആ സമയത്ത് എൻ്റെ ഫാദർ പറഞ്ഞു, എൻ്റെ ഒരു മകൻ കോഴിക്കോട്ടേക്ക് പോയി, വേറൊരു മകൻ എറണാകുളത്തോട്ട് പോയി, നീ പാലക്കാട്ടേക്ക് പോകണം, എന്നിട്ട് അവർ വിജയിച്ച് സക്സസ് ആയ പോലെ നീയും നിൻ്റേതായ ഒരു ബിസിനസ് ലൈൻ നീ ഉണ്ടാക്കണമെന്ന് പറയുകയും 2002 പാലക്കാട്ട് വരികയും ചെറിയ രീതിയിൽ എൻ്റെ സ്ഥാപനം ഞാൻ തുടങ്ങുകയും ചെയ്തു. ഏകദേശം 2007-2008 കാലയളവിൽ സ്റ്റീൽ ട്രേഡിംഗ് സാച്ചുറേഷൻ പോയിന്റ് എത്തുകയും സ്റ്റീൽ ബ്രാൻഡിംഗ് കൺസെപ്റ്റ് മാർക്കറ്റിലേക്ക് വരികയും ചെയ്തു. ഇവിടെ അതിനുള്ള പെർമിഷൻ, സ്റ്റീൽ മാനുഫാക്ചറിങ്ങിനുള്ള പെർമിഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുകയും തമിഴ്നാട്ടിൽ കരൂരിൽ 2012 ഒരു സ്റ്റീൽ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ആ ഇടക്കാണ് തമിഴ്നാട്ടിൽ ക്രൂഷ്യൽ പവർ കട്ട് വരികയും 2-2.5 വർഷത്തോളം കാലം ഞാൻ ഭീമമായ നഷ്ടം വരിക്കുകയും ഞാൻ ഒളിച്ചോടി പോകേണ്ടി വരുമെന്നുള്ള സമയം വരികയും 2013-14 കാലഘട്ടങ്ങളിൽ പൂർണ്ണ വൈദ്യുതി ലഭിക്കുന്ന സംസ്ഥാനമായി തമിഴ്നാട് മാറുകയും 2014 കാലഘട്ടങ്ങളിൽ ബ്രേക്ക് ഈവൺ ആവുകയും
അങ്ങനെ 2015-16 കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് 100% ഓട്ടോമൈസേഷൻ ആക്കുകയും സൗത്ത് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റായി ഭാരതി TMTയെ മാറ്റുകയും ചെയ്തു. ഭാരതി TMT 2012 ഏപ്രിൽ 1-ാം തീയതി തമിഴ്നാട്ടിലെ കരിയൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഒട്ടനവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയത്തിലേക്കുള്ള ഉരുക്കിൻ്റെ ഉറച്ച കാൽവയ്പ്പുകളോടെ ഉറച്ച നിർമ്മിതികളെ സ്വപ്നം കണ്ട് ഭാരത ഭാവിയെ ഉൾക്കൊണ്ട് അതിനൂതന സാങ്കേതിക വിദ്യയിൽ അത്യുന്നത നിലവാരം പുലർത്തുന്ന തനതായ നിർമ്മിതികൾക്ക് ഉറപ്പേകുവാൻ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തോടെ 5-ാം വയസ്സിൽ ഭാരതി TMT. എൻ്റെ വൈഫ് സമീറ, ഞങ്ങൾക്ക് 3 മക്കളാണ്. മകൻ +1 പഠിക്കുന്നു, അഖിൽ ദേവ്. മകള് അസാ മറിയം, അനിക ഫാത്തിമ. ബിസിനസ് തിരക്കേറി വന്നപ്പോൾ കഴിഞ്ഞ 1 വർഷമായി എൻ്റെ ബിസിനസ്സിൽ എല്ലാ മേഖലകളിലും വൈഫ് എന്നെ സഹായിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ആസർക്കയുടെ ബിസിനസ് തിരക്കുകളേറി വന്നപ്പോൾ കഴിഞ്ഞ 1 വർഷമായി ബിസിനസ്സിൻ്റെ എല്ലാ ഫീൽഡിലും ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആസർക്ക തരുന്ന മോട്ടിവേഷനും ബാക്ക് സപ്പോർട്ടും തന്നെയാണ് എൻ്റെ എനർജി. മെയിനായിട്ട് ഫിനാൻസ് കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കാറ്. ഐ മീൻ ടു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓഫീസിലെ എല്ലാ ഫീൽഡിലും ഇനി ഇൻ ഹിസ് ആബ്സെൻസ് ഐ ഹാവ് ദ റൈറ്റ് ടു ടേക്ക് എനി ഡിസിഷൻസ്. അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ പോലും ഹി ജസ്റ്റ് മേക്ക് ഇറ്റ് ഓവർ ആൻഡ് ഹി ഹാവ് ഗിവൺ മീ ഓൾ ദ അതോറിറ്റി ടു ടേക്ക് ഇൻ ഡിസിഷൻ ആൻഡ് ടു ഡു ദ തിങ്സ് ഇൻ എ പ്രോപ്പർ വേ. ഐ എം വെരി ഹാപ്പി that my husband has motivated me in all the way he can, and he every time want me to come to the field and give me exposure, and he supports me in all the way. I'm very happy and thankful. ഉപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ബിസിനസ് തിരക്കുകളിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് പൂർണ്ണമായ ശ്രദ്ധയുണ്ട്. 99 ഞങ്ങളുടെ മാരേജ് സമയത്ത് ഹി വാസ് പ്രാക്ടീസിങ് ആസ് എൻ അഡ്വക്കേറ്റ്. പിന്നീടാണ് സ്റ്റീൽ ട്രേഡിങ്ങിലേക്ക് വന്നതും അലോങ് വിത്ത് ഹിസ് ഫാദർ ഹി വാസ് ഡൂയിങ്. പിന്നെ പാലക്കാടിൽ വന്ന് ഫ്ലറിഷ്ഡ് ആസ് എ വെരി ഗുഡ് സ്റ്റീൽ ട്രേഡർ. പിന്നെ റീസെൻ്റ്ലി ആണ് മാനുഫാക്ചറിങ്ങിലേക്ക് വന്നത്. ആൻഡ് ദാറ്റ് ഓൾസോ വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് വി ആർ ഡൂയിങ് ഗുഡ്. ഹി ഈസ് ഡൂയിങ് വെരി ഗുഡ്. ആസ് എ ഫാദർ ഓൾസോ ഹി ഈസ് ഡൂയിങ് ഹിസ് ജോബ് വെൽ. മക്കളുടെ കാര്യത്തിലും ഫുള്ളായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. സ്കൂളിൻ്റെ കാര്യത്തിലായാലും ഈവൻ സ്പോർട്സ് അവരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാത്തിനും അവരുടെ അടുത്ത് ഇത് സംസാരിക്കാനൊക്കെ സമയം കണ്ടെത്താറുണ്ട്. മോർണിംഗ് വാക്കിന് പോകുമ്പോഴായാലും മക്കളെ കൂട്ടിയിട്ട് തന്നെ പോവും. പിന്നെ അവരുടെ ഹെൽത്ത് എല്ലാം നന്നായി ശ്രദ്ധിക്കുന്ന ആളാണ്. എല്ലാ തിരക്കിൻ്റെ ഇടയിലും അതിനും സമയം കണ്ടെത്തും. അത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഐ ഫീൽ. ക്രസൻ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ CP ബാവാജിയുടെ മകളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പ്രാവീണ്യം ഇവളിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ഞാൻ, മാത്രമല്ല അവൾ സ്വന്തമായി ഒരു ബിസിനസ് ടപ്പർവെയർ ബിസിനസ് ചെയ്യുകയും അതിൽ വിജയം കൈവരിക്കുകയും ചെയ്തതുകൊണ്ട് അവളിൽ ബിസിനസ്സിൻ്റെ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് ക്ഷണിക്കുകയും കഴിഞ്ഞ 1 വർഷമായി എൻ്റെ ബിസിനസ്സിൽ അവൾ സജീവ സാന്നിധ്യമാണ്. തുടക്കം മുതലേ എൻ്റെ സന്തത സഹചാരിയായി എല്ലാ വളർച്ചയ്ക്കും എൻ്റെ കൂടെ നിന്ന് ഇന്ന് കമ്പനിയുടെ CEO എന്നുള്ള പോസ്റ്റ് അലങ്കരിക്കുന്ന മിസ്റ്റർ മുജീബ്. പൂർണ്ണമായി ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഭാരതി TMT ഇന്ന് ഉപഭോക്താക്കൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളിൽ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു പ്രോഡക്റ്റ് തന്നെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഭാരതി TMT ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയിൽ തെറ്റായ മുദ്രണങ്ങൾ നടത്തി ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നതിന് പകരം ടെസ്റ്റ് സർട്ടിഫിക്കറ്റോടുകൂടി ഓരോ ലോട്ടും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് പൂർണ്ണമായി വിശ്വസിച്ച് വാങ്ങാവുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഭാരതി TMT ഇന്ന് ഉപഭോക്താക്കൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതി TMTയുടെ ഡീലർമാരെ സംബന്ധിച്ചിടത്തോളം 1 ഡീലർ 1 സിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റോടു കൂടിയാണ് ഭാരതി TMT വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഡീലർമാർക്കും അവർക്ക് വേണ്ട സൗകര്യങ്ങളും അവർക്ക് വേണ്ട കോമ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് വിപണനം നടത്താനുള്ള സാഹചര്യവും ഭാരതി TMT ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. 2002 മുതൽ കള്ളിയത്ത് യാസർ അറഫാത്തിൻ്റെ കൂടെ ഞാനും ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ കൂടെ സഹകരിച്ചിരുന്ന തൊഴിലാളികൾ ഇന്നും ഈ സ്ഥാപനത്തോട് കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ സ്ഥാപനത്തോടുള്ള തൊഴിലാളികളുടെയും ഈ സ്ഥാപനത്തോടുള്ള മറ്റുള്ള ആളുകളുടെയും അഭ്യുദയകാംക്ഷികളുടെയും സ്നേഹവും സന്തോഷവും സഹായവും തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ വിജയം എന്നും ഞാൻ മനസ്സിലാക്കുന്നു.
ഭാരതി TMTയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും വലിയ മികവ് എന്നത് ചെയർമാൻ യാസർ അറഫാത്ത് കള്ളിയത്തും അദ്ദേഹത്തിൻ്റെ പത്നി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സമീറ യാസറും നൽകുന്ന പിന്തുണയും സഹായ സഹകരണങ്ങളും തന്നെയാണ് ഈ സ്ഥാപനത്തിന് ഇത്രയും വളർച്ചയ്ക്കുള്ള പ്രധാന ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് വിജയകുമാർ. കമ്പനി തുടങ്ങിയ മുതൽ ഞാൻ ഇവിടുത്തെ ഒരു കസ്റ്റമറാണ്. കമ്പനിയുടെ ഇപ്പോൾ ഭാരതി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനി തുടങ്ങിയിട്ടുള്ളൊരു പുതിയ മെറ്റീരിയലിന് സ്വന്തമായിട്ട് നല്ല ഗുണമേന്മയാണ് അതിൻ്റെ ചിലവിനുള്ള പ്രധാനപ്പെട്ട കാരണം. പിന്നെ റേറ്റും പറയത്തക്ക കൂടുതലല്ല, ഒരു മിതമായിട്ടുള്ള റേറ്റാണ്. പിന്നെ ജനങ്ങളത് ഇഷ്ടപ്പെട്ട് വരുന്നു. അതിൻ്റെ ഗുണം കൊണ്ടാണ് അത് കൂടുതലായിട്ട് മാർക്കറ്റിൽ ചിലവാകുന്നതും. നമ്മുടെ കമ്പനി ഇനിയും മേന്മകളിലെത്തട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭാരതി TMT പ്രൊഡക്ഷൻ തുടങ്ങിയതിന് ശേഷം കേരളത്തിലെ ഒട്ടുമിക്ക ഡീലർമാരുമായി നേരിട്ട് സംസാരിച്ചപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള അനുഭൂതി, അവർക്കുണ്ടായിട്ടുള്ള സന്തോഷം, അൺഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ മാർക്കറ്റിൽ അവർക്ക് ഒട്ടുമിക്ക സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഭാരതി TMT ആണ് എന്നതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കമ്പനികളും ഇന്ന് കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന TMT ബാസ് കേരളത്തിൽ എന്താണോ ഭാരതി TMT ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെ പിന്തുടരാനാണ് അവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കോർ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ സ്പന്ദനം, എൻ്റെ ജീവനാടി എന്ന് പറയുന്നത് ഭാരതി TMT ആണെങ്കിലും ഞാൻ എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഫാദർ ഇൻ ലോൻ്റെ കൂടെ ഞാൻ വേറെ ബിസിനസ്സിലും ഞാൻ പാർട്ട്ണറാണ്. ബെഞ്ച്മാർക്ക് ഇൻ്റർനാഷണൽ സ്കൂൾ, എറണാട് നോളജ് സിറ്റി, അല്ലമീൻ എഞ്ചിനീയറിംഗ് കോളേജ്, മലബാർ ഡെൻ്റൽ കോളേജ്, ഹോംസ്റ്റെഡ് പ്രൊജക്ട്സ്, BRC ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ, കലീത്ത് സാനിറ്റേഷൻസ്, കലീത്ത് സ്റ്റൈൽസ്, കലീത്ത് ഫ്ലോറിങ്സ് എന്നീ സ്ഥാപനങ്ങളിലെല്ലാം ഞാൻ പാർട്ണറാണ്. എൻ്റെ ട്രേഡിംഗ് സമയത്ത് തന്നെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ സ്ഥാപനങ്ങളിൽ, വ്യവസായ സ്ഥാപനങ്ങളിൽ ഞാൻ പോകാറുണ്ടായിരുന്നു. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹമായിരുന്നു എനിക്കും അതുപോലെ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങണമെന്ന്, ഒരു ബ്രാൻഡ് വേണമെന്ന്. ഡോക്ടർ PP വിജയൻ സാറിൻ്റെ ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ അതാണ് അവിടെ അപ്ലൈ ചെയ്തത്. ഞാൻ എന്നും വിഷ്വലൈസ് ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ വ്യവസായ സ്ഥാപനത്തെക്കുറിച്ച്, എൻ്റെ ബ്രാൻഡിനെക്കുറിച്ച്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞങ്ങൾക്ക് കേരളത്തിൽ ഡീലേഴ്സുണ്ട്. ഏകദേശം 300-350 ഡീലേഴ്സ് വരെ ഭാരതി TMT ഡീൽ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലും 100-150 ഡീലേഴ്സ് ഭാരതി TMT ഡീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ വിഷൻ എന്ന് പറയുന്നത് 2030 1 ലക്ഷം കോടി ടേൺ ഓവർ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, ലൈക്ക് ടാറ്റ സ്റ്റീൽ പോലെ അല്ലെങ്കിൽ അതുപോലത്തെ വലിയ കമ്പനി പോലെ ഭാരതി TMTയും വളർത്തിയെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ മുന്നേറുകയാണ്. എൻ്റെ ഉപ്പയാണ് എന്നും എൻ്റെ റോൾ മോഡൽ. ഈ വാസ് എ ഹാർഡ് വർക്കർ, കഠിന പ്രയത്നിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ എല്ലാ സഹോദരങ്ങളും കഠിന പ്രയത്നരാണ്. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. കച്ചവടം പോലെ തന്നെ എനിക്ക് എന്നും പ്രിയമുള്ളതാണ് ഗെയിംസ്. എന്നും വൈകുന്നേരങ്ങളിൽ ഞാൻ ഷട്ടിൽ കളിക്കാറുണ്ട്. പാലക്കാട് ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ, മാസ്റ്റേഴ്സിൽ ഞാൻ ചാമ്പ്യനായിട്ടുണ്ട്. വൈ ഐ കം ഔട്ട് ഓഫ് ബെഡ് എവറി ഡേ ഇൻ ദ മോർണിംഗ് എന്ന് ചോദിച്ചാൽ എൻ്റെ പർപ്പസ് എന്തിനാണെന്ന് ചോദിച്ചാൽ ടു പ്രൊവൈഡ് ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ് ത്രൂ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. ഭാരതി TMT എന്നുള്ളത് യാസർ എന്ന വ്യക്തിയിൽ മാത്രം ഒതുങ്ങാതെ ആയിരക്കണക്കിന് ആളുകൾ, അതായത് എംപ്ലോയീസ്, ഡീലേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമായി ടീം ഭാരതി എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ഞാൻ ഇതിനെ കൊണ്ടുപോകും. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഉൽപാദന, വിതരണ, വിപണന രംഗത്ത് ടാറ്റയെ പോലെ, ജിൻഡാലിനെ പോലെ, വൈജാഗിനെ പോലെ ഭാരതി TMTയെയും മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എൻ്റെ യാത്ര. അതിലേക്ക് ദൈവത്തിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ താങ്ക് യു. മിസ്റ്റർ യാസർ അറാഫത്ത്, അദ്ദേഹം മുമ്പൊരു അഭിഭാഷകനായിരുന്നു, ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയായിട്ട് വിജയത്തിൽ അദ്ദേഹം കാണുന്നത് ഈ ക്ലയൻസിൻ്റെ, കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റാണ്. അപ്പോൾ ട്രസ്റ്റിലൂടെയാണ് അദ്ദേഹം ത്രൈവ് ചെയ്തത്. മറ്റൊരു കാര്യം ഞാൻ അദ്ദേഹത്തിന് നോട്ട് ചെയ്തത്, ഒരു വ്യക്തമായ പ്ലാനിങ് ഉണ്ട്.
എവിടേക്കാണ് ബിസിനസ് പോകണം എന്നുള്ളത്. അതിൽ തന്നെ ഫോക്കസ്ഡാണ്, വേറെ മേഖലകളിലൊന്നും പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് വിജയത്തിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബിസിനസ് വിജയിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പമാണ്. ഈ സക്സസ് ഈസ് ലേണബിൾ. വിജയിച്ചിട്ടുള്ള ആൾക്കാരെ നോക്കിയിട്ട് അവരുടെ ക്വാളിറ്റീസ് എന്താണ്, അവരുടെ മെത്തേഡ് എന്താണ്, അവരുടെ സിസ്റ്റം എന്താണ്, അവരുടെ രീതികൾ എന്താണ്, അവരുടെ ബിഹേവിയർ എന്താണ്, അവരുടെ ഹാബിറ്റ്സ് എന്താണ്, ഈ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് നമ്മുടെ ഉള്ളിലും ഈ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കും തീർച്ചയായിട്ടും വലിയൊരു ബിസിനസ്മാനായിട്ട് വലിയ ലാഭം ഉണ്ടാക്കി നന്മ ചെയ്യാനായിട്ട് പറ്റും. ടിപ്പ് ഓഫ് ദ വീക്ക്. നമ്മളുടെ തല ഒരു വർക്ക്ഷോപ്പാണ്. ആ ബ്രെയിനകത്ത് 2 പേരുണ്ട്. ഒന്ന് മിസ്റ്റർ ട്രയംഫ്, എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നവൻ. രണ്ടാമത് മിസ്റ്റർ ഫെയിലിയർ, മിസ്റ്റർ ഡിഫീറ്റ്. അപ്പോൾ ഇവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മിസ്റ്റർ ട്രയംഫ് വിജയിച്ചുകൊണ്ടിരിക്കുക സക്സസ് ആകുന്ന ആളിന് കൂടുതൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ കൂടുതൽ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കും. വീണ്ടും നമുക്ക് അവന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്ന തോട്ടാണ്. അപ്പോൾ വിജയിക്കാനുള്ള തോട്ട് വീണ്ടും നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ എല്ലാ രംഗത്തും വീണ്ടും വിജയിച്ചുകൊണ്ടിരിക്കും. വീണ്ടും എവറി ഡേ മോർണിംഗ് നമ്മളിപ്പോൾ 20 പേജ് വായിക്കുകയാണ്, അവന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഈ മിസ്റ്റർ ട്രയംഫിന് വിജയിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ നമ്മളെ ഇങ്ങനെ വീണ്ടും എല്ലാ രംഗത്തും എല്ലാ ദിവസവും അവൻ വിജയിച്ചുകൊണ്ടിരിക്കും. അവൻ അവസാനം ഒരു ജയൻറ്റിനെ പോലെ ആകാശമുട്ടയുള്ള ഇതായിത്തീരും. അതേസമയത്ത് അവിടെ നമ്മുടെ ബ്രെയിനകത്ത് തന്നെ മിസ്റ്റർ ഡിഫീറ്റ്. അപ്പോൾ അവൻ നഷ്ടം സംഭവിക്കുന്നതാണ്. അവന് നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അവൻ എഴുന്നേക്കാൻ തുടങ്ങും. ഇപ്പോൾ അവന് മയങ്ങിക്കിടക്കുക, 100 നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മൾ 2-3 ദിവസം നെഗറ്റീവായിട്ട് ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ പതിയെ എഴുന്നേക്കാൻ തുടങ്ങും. അപ്പോൾ ഇവൻ പതിയെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവന് വീണ്ടും ഭക്ഷണം കൊടുക്കുന്നില്ല, വീണ്ടും തളർന്നു വീഴും. പക്ഷേ നമ്മൾ വീണ്ടും നെഗറ്റീവ് തോട്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്ട്രോങ് ആയി. അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കാതാകുമ്പോഴത്തേക്കും മിസ്റ്റർ ട്രയംഫ് തളർന്നുകൊണ്ടിരിക്കുക, അവൻ പോയി നിലത്ത് വീണ് കിടക്കുമായിരിക്കും, അവൻ അനങ്ങാൻ പറ്റില്ല. അപ്പോൾ മിസ്റ്റർ ഡിഫീറ്റ്, മിസ്റ്റർ ഫെയിലിയർ ഇങ്ങനെ വളർന്ന് അവൻ ആകാശം മുട്ട നിൽക്കുകയും ചെയ്യും. അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ അസംതൃപ്തിയും വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഇങ്ങനെ എല്ലാ നെഗറ്റീവ് പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിവിടെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടുന്നെല്ലാം പുതിയ പോസിറ്റീവായിട്ടുള്ള മോട്ടിവേറ്റ് ആയിട്ടുള്ള പ്രചോദിപ്പിക്കുന്ന ആശയങ്ങൾ കിട്ടുന്നോ അവിടെ എല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിസ്റ്റർ ട്രയംഫിന് കൊടുത്തുകൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക. അത് രാവിലെ മാത്രമല്ല, ഉച്ചയ്ക്ക് മാത്രമല്ല, വൈകിട്ടും കിടക്കാൻ നേരത്തും. അതുപോലെ അങ്ങനത്തെ തോട്ടുള്ള മിസ്റ്റർ ട്രയംഫ് ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം നമ്മൾ കാണാൻ പോവുക, അവരുമായിട്ട് സഹകരിക്കുക. നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സൊക്കെ എപ്പോഴും അവരായിരിക്കണം. അപ്പോൾ ഒരിക്കലും പരാജിതരുമായിട്ട് ചേർന്ന് ഒരു ബിസിനസ്സും ചെയ്യാൻ പാടില്ല. വിജയികളുമായിട്ട് മാത്രം ചേർന്ന് ബിസിനസ് ചെയ്യുക. നമ്മുടെ ഉള്ളിലെ വിജയത്തിൻ്റെ ആറ്റിറ്റ്യൂഡിന് മാത്രം നമ്മൾ ഭക്ഷണം കൊടുക്കുക. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ബിസിനസ് സ്കൂൾ കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്. അവർ പറയുന്നത് നമ്മൾ ഈ ഡിഗ്രി എടുത്തതും ബിടെക്കും ലോജിക്കും ചിന്തിക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ നമ്മുടെ നോളജ് എന്ന് പറയുന്നത് വെറും 15% ഉള്ളൂ. 85% ജീവിതത്തിൽ വിജയമുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ്, മനോഭാവം വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വലിയ നന്മയുടെ ആറ്റിറ്റ്യൂഡ്, ഏത് തടസ്സം ഉണ്ടെങ്കിലും അതൊരു ലേണിംഗ് ലെസൺ ആയിട്ട് വീണ്ടും ഉയർന്നു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം ഉണ്ടാകും. ഓൾ ദ ബെസ്റ്റ്. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ രഹസ്യങ്ങളുമായി നമുക്ക് റിയൽ ഹീറോയിസിലേക്ക് വരാം. താങ്ക് യു. മനസ്സിൽ കണ്ട നിറമുള്ള ഭാവി സ്വപ്നങ്ങളെ മാറ്റിവെച്ച് പിതാവ് തുറന്നു കൊടുത്ത പാതയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തെ മാതൃകയാക്കി വ്യവസായ മേഖലയിലെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കി പിതാവിൻ്റെ പരിപൂർണ സമ്മതത്തോടെ 7 തൊഴിലാളികളിൽ ചെറുകിട സംരംഭമായി ആരംഭിച്ച് തൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എവിടെയും യഥാസമയം എത്തിക്കുവാൻ സുസജ്ജമായ വാഹന ശ്രേണിയുമായി പ്രത്യക്ഷവും പരോക്ഷവുമായി 1000-ലധികം വരുന്ന തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തി വളർച്ചയുടെ പാതയിൽ എപ്പോഴും താങ്ങും തണലുമായി നിൽക്കുന്ന ഭാര്യ സമീറയ്ക്കും കുടുംബത്തിനുമൊപ്പം ഉറപ്പുള്ള പാതയിൽ പരിപൂർണ വിജയത്തിനായി യാസർ അറാഫത്ത് കള്ളിയത്തിനും അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായ ഭാരതി TNTക്കും ആശംസകളേകാം.